ഗോളടി നിർത്താൻ പറ്റുന്നില്ല. ഗോട്ടിന് ഗോൾ മാനിയ എന്നല്ലാതെ എന്തു പറയാനാണ്. കളിക്കാൻ ഇറങ്ങിയാൽ അത് 90 മിനിറ്റ് ആവട്ടെ, അരമണിക്കൂറാവട്ടെ, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല ഗോളടിച്ചിരിക്കും എന്നുള്ളതാണ്. ജോർദാനെതിരെ വെറും 30 മിനിറ്റ് മാത്രമാണ് ലയണൽ സ്കലോനി ലിയോ മെസ്സിയെ കളിക്കളത്തിലേക്ക് വിട്ടത്. അവിടെയോ ഫ്രീ കിക്ക് ഗോൾ അടിച്ചിരിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ 6 ഗോളുകളായിരിക്കുന്നു. കഴിഞ്ഞില്ല. ഈ ഫ്രീ കിക്ക് ഗോളോടുകൂടി ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തിരിക്കുന്നു. വേൾഡ് കപ്പിലെ ലോങ്ങസ്റ്റ് ഗോൾ സ്കോറിംഗ് സ്ട്രീക്ക്. തുടർച്ചയായ 7 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഗോളടി തുടങ്ങിയതാണ്, പിന്നെ നിർത്താൻ പറ്റിയിട്ടില്ല. ഓസ്ട്രേലിയക്കെതിരെ അന്ന് അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. ഹോളണ്ടിനെതിരെ അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. ഫൈനലിൽ ഫ്രാൻസിനെതിരെ അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകളുണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പിലോ ആദ്യ കളിയിൽ അൾജീരിയക്കെതിരെ ഹാട്രിക് ആയിരുന്നെങ്കിൽ ഓസ്ട്രിയക്കെതിരെ ബ്രൈസാണ്. ഈ കളിയിൽ അരമണിക്കൂറേ ഇറക്കിയുള്ളൂ, അപ്പോഴേക്കും ഫ്രീ കിക്ക് ഗോൾ അടിച്ചു. അതാ പറഞ്ഞത്, ഗോളടി നിർത്താൻ പറ്റുന്നില്ല. ഇതൊരു അസുഖമാണോ, ഗോട്ടിന് ഗോൾ മാനിയാണോ എന്നതാണിപ്പോൾ അത്ഭുതം. കഴിഞ്ഞില്ലെന്ന് ഇന്നത്തെ ഫ്രീ കിക്ക് ഗോളോടുകൂടി മറ്റൊരു നേട്ടത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. വേൾഡ് കപ്പിൽ ഒന്നിലധികം ഫ്രീ കിക്കുകൾ ഗോളാക്കി മാറ്റിയ ചരിത്രമെടുത്താൽ പെലെ, അതുപോലെ റിവലിനോ, ഡേവിഡ് ബെക്കാം തുടങ്ങിയ മഹാരഥന്മാർക്കൊപ്പം ലിയോ മെസ്സിയും ഇടം പിടിച്ചിരിക്കുന്നു. എന്തായാലും വേൾഡ് കപ്പിൽ ഇപ്പോൾ മൊത്തം ചരിത്രമെടുത്താൽ 19 ഗോളുകളായില്ലേ. ഈ പോക്ക് എങ്ങോട്ടേക്കാണ്? ഗോട്ടിൻ്റെ ഗോൾ മാനിയ മാറില്ലേ?